ജർമ്മനിയുടെ ഇതിഹാസ ഫുട്ബോൾ താരം ഫ്രാൻസ് ബെക്കൻബോവർ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഫുട്ബോളിൽ കളിക്കാരനായും പരിശീലകനായും ലോകകപ്പ് നേടിയ ചുരുക്കം ചിലരിൽ ഒരാളാണ് ഫ്രാൻസ് ബെക്കൻബോവർ. പശ്ചിമ ജർമ്മനിക്കായി 104 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം ക്യാപ്റ്റൻ എന്ന നിലയിൽ അവരെ 1974 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചു. പിന്നീട് 16 വർഷത്തിന് ശേഷം 1990 ജർമ്മനി വീണ്ടും ലോകകപ്പ് സ്വന്തമാക്കുമ്പോൾ പരിശീലകനായും ബെക്കൻബോവർ കളം നിറഞ്ഞിരുന്നു. ബയേൺ മ്യൂണിക് അക്കാദമിയിലൂടെയാണ് പിൽക്കാലത്ത് ലോകത്തെ എണ്ണം പറഞ്ഞ പ്രതിരോധ താരമായി മാറിയ ബെക്കൻബോവർ കരിയറിന് തുടക്കമിട്ടത്. ഡെർ കൈസർ അഥവാ ചക്രവർത്തി എന്നറിയപ്പെട്ടിരുന്ന ബെക്കൻബോവറാണ് ആധുനിക ഫുട്ബോളിലെ സ്വീപ്പർ അല്ലെങ്കിൽ ലിബറോ എന്ന പൊസിഷൻ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. ലോകകപ്പും യുവേഫ ചാമ്പ്യൻസ് ലീഗും ബാലൻഡിയോറും നേടിയ ലോകത്തെ ചുരുക്കം താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ബെക്കൻബോവർ. കൂടാതെ കളിക്കാരനെന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും ഫിഫ ലോകകപ്പ് നേടിയ 3 പുരുഷന്മാരിൽ ഒരാളാണ് അദ്ദേഹം. 2 തവണ യൂറോപ്യൻ ഫുട്ബോളറായും 4 തവണ ജർമ്മൻ ഫുട്ബോളർ ഓഫ് ദ ഇയറായും അദ്ദേഹം ആദരിക്കപ്പെട്ടു. ജർമ്മനിക്കായി 3 ലോകകപ്പുകളും 2 യൂറോ കപ്പിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ലോകകപ്പും യൂറോ കപ്പും നേടുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും ബെക്കൻബോവറിന്റെ പേരിലാണ്. ജർമ്മൻ ക്ലബ്ബ് ബയേൺ മ്യൂണിക്കിനൊപ്പം നിരവധി കിരീടങ്ങൾ സ്വന്തമാക്കിയ താരം കൂടിയാണ് അദ്ദേഹം. 1974, 75, 76 വർഷങ്ങളിൽ ബയേണിനൊപ്പം തുടർച്ചയായി ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടു. പിന്നീട് ബയേണിന്റെ പരിശീലകനായും ബയേണിന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.